നാട്ടുരാജ്യം വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് സ്വാഗതം. അൽ അസർ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-29 ബാച്ചിലേക്കുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം 10/8/2026 10:30 തിങ്കളാഴ്ച നടന്നു. അൽ അസർ പോളിടെക്നിക് കോളേജ് പ്രവേശനോത്സവം തൊടുപുഴ അൽ അസർ പോളിടെക്നിക് കോളേജിൽ 15ാമത്തെ ബാച്ചിന്റെ പ്രവേശനോത്സവം എക്സലൻഷ്യ 26 അൽ അസർ ഗ്രൂപ്പ് ചെയർമാൻ ഹാജി KM മൂസ ഉദ്ഘാടനം ചെയ്തു. അൽ അസർ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാൻ M അസീസ് അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഡ്വക്കേറ്റ് SS താജുദ്ദീൻ, അക്കാദമിക് ഡയറക്ടർ പ്രൊഫസർ KA ഖാലിദ്, അക്കാദമിക് ഡീൻ പ്രൊഫസർ നീത ഫരീദ് എന്നിവർ സംബന്ധിച്ചു. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് എന്നീ ശാഖകളിലും നൂതന ശാഖകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ ഫോറൻസിക് തുടങ്ങിയ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്ത് സമൂഹത്തിന്റെ സർവമണ്ഡലങ്ങളിലും ആകർഷകമായ തൊഴിൽ സാധ്യതയ്ക്കുള്ള ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനം നേടിയ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തുനിന്നും എത്തിയ 400ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആകർഷകമായ ചടങ്ങിന് സാക്ഷികളായി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കാനും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകി തിന്മകളുടെ വാതിലുകൾ അടയ്ക്കുവാനും നന്മകളുടെ വാതിലുകൾ തുറക്കുവാനും ഉപരിക്കുമാറ് ചോയ്സ് ഓഫ് ലൈഫ് എന്ന വിഷയത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് വിജ്ഞാനപ്രദവും പ്രയോജനപരവുമായ ക്ലാസ് നയിച്ചു. സ്വാഗത പ്രസംഗത്തോടെ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെയും ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കടമ. പോളിടെക്നിക് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും ഈ ചടങ്ങിന് നമ്മെ സംബന്ധിച്ച് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ അദ്ദേഹം തന്നെയാണ്. നേടാൻ സാധിച്ചിട്ടുള്ള അൽ അസർ ഗ്രൂപ്പിനെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന് പുറത്തും പ്രശസ്തമാക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട ചെയർമാൻ ഹാജി മൂസ സാർ വളരെ തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ്. എന്നാലും ഈ അദ്ദേഹം നൽകിയിട്ടുള്ള സേവനങ്ങൾ നിസ്വാർത്ഥമാണ്, വളരെ അഭിമാനകരമാണ്. ഈ ദിവസത്തിൽ നമ്മൾ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനും കഴിഞ്ഞ ദിവസം ഇവിടെ അഡ്മിഷനിരുന്നു ആലത്തൂർ സ്വദേശിയാണ്. അത്തരത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ സ്ഥാപനത്തിലെ കോഴ്സുകളുടെ എന്താ പറയുക അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ചേർത്തിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് ഞാൻ നിങ്ങൾക്ക് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അൽ അസർ ക്യാമ്പസിൽ തെരഞ്ഞെടുത്ത് ഇവിടുത്തെ കോഴ്സുകൾ തെരഞ്ഞെടുത്ത് ഇവിടെ നാളത്തെ വാഗ്ദാനങ്ങളാവാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും അവരോടൊപ്പം വന്നിട്ടുള്ള രക്ഷിതാക്കളെയും കുഞ്ഞുമക്കളെയും സഹോദരങ്ങളെയും അൽ അസർ ക്യാമ്പസിലേക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് ഒട്ടേറെ ആളുകളുടെ പ്രയത്നങ്ങൾ നമുക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. അഡ്മിഷൻ സെല്ല്, വകുപ്പ് മേധാവികൾ, ക്ലാസ് ട്യൂട്ടർമാർ, ലാബ് വർക്ക്ഷോപ്പിലുള്ള അധ്യാപകർ, ഒട്ടേറെ വ്യക്തിത്വങ്ങളുടെ നിസ്വാർത്ഥമായ സേവനം ഇന്ന് ഈ ചടങ്ങുകൂടെ സംഘടിപ്പിക്കാൻ നമ്മെ സഹായിച്ചിട്ടുള്ള അവരോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രക്ഷിതാക്കൾ കൂടിയിരിക്കുന്ന ഒരു നിമിഷമായതുകൊണ്ട് പോളിടെക്നിക് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് ഒരു 5 മിനിറ്റ് നേരം ഞാൻ സംസാരിക്കാതെ പോകുന്നത് അത് ശരിയല്ല. ആ നിലയിൽ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 15ാം വയസ്സിൽ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്.
ഓണ്ടർപ്രണർമാരാണ്. നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ ഇല്ല. നമ്മുടെ ISRO ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ സാർ 1982 തമിഴ്നാട്ടിലെ ഗവൺമെന്റ് പോളിടെക്നിക് തഞ്ചാവൂരിലെ ഒരു ഡിപ്ലോമ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഡിപ്ലോമയ്ക്ക് ശേഷം AMI എടുത്തു. IIT ഖരഗ്പൂരിൽ നിന്ന് അദ്ദേഹം M.Tech എടുത്തു, PhD ചെയ്തു. ഇപ്പൊ അദ്ദേഹം രാജ്യത്തിന്റെ ISROയുടെ പ്രിയങ്കരനായ ചെയർമാനാണ്. അപ്പൊ ഡിപ്ലോമ വിദ്യാർത്ഥിക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു മൈനാഞ്ചി കൂടി കുട്ടികൾ പടർന്ന് പന്തലിക്കുന്ന പോലെ വിശ്വം മുഴുവൻ പന്തലിക്കാനുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ക്യാമ്പസിൽ ഇല്ലാതെ ഏതാണ്ട് 24 വർഷമായി നടന്നു വരികയും അലസർ എന്ന വാക്കിനർത്ഥം വിടരുന്ന പുഷ്പമെന്ന്. ഈജിപ്തിലെ കെയ്റോയിലെ തലയുയർത്തി നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ നാമധേയത്തിലാണ് നമ്മുടെ അലസർ ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമുക്ക് ഇതിൻ്റെ വളർച്ച ഒരു പരിധി വരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായ സ്ഥലത്തിലാണ് നമ്മൾ ഈ ക്ലാസ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാനേജ്മെന്റോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒന്നും പ്രസക്തിയല്ല ഇവിടെയുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ക്വിക്ക് ആക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ അക്കാഡമിക് ഡയറക്ടറുണ്ട്, പ്രൊഫസർ കാലി സർ. തിരഞ്ഞെടുത്ത നിങ്ങളോട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ദിശ നൽകുന്ന മികച്ച പഠനകാലമാകട്ടെ എന്ന് എല്ലാവരുടെയും ആശംസിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ടെക്നോളജി ബേസ്ഡ് ലേണിംഗ് കോഴ്സാണ്. അപ്പോൾ ക്ലാസ് റൂം ടെക്സ്റ്റ് ബുക്ക് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ് നമ്മൾ കൈവരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രി എക്സ്പോഷർ നമുക്ക് ധാരാളമായിട്ട് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രാക്ടിക്കൽ സ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഇൻഡസ്ട്രി റെഡി ആയിട്ട് വേണം നിങ്ങൾ ഇവിടെ ഇറങ്ങാൻ.